ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മളൊരു ഫുൾ അംബ്രല്ല ഡ്രസ്സിൻ്റെ സ്ലീവിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലൈനിങ് ഒക്കെ പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സെൻറ്ററായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിതേ ഇതുപോലെ ഇങ്ങനെ 2 ഇഞ്ച് 2 ഇഞ്ച് പീസസും കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരുപാട് നാളായ വീഡിയോ ആണിത്. ഏകദേശം ഓണം കഴിഞ്ഞ ആ ഒരു ഇടയ്ക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ അല്ല ഇടയ്ക്കും നല്ല മൈഗ്രെയിൻ വരാറുണ്ട്. ഈ മൈഗ്രെയിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് മാത്രം എനിക്ക് പല വീഡിയോസും ഇതുപോലെ എഡിറ്റ് ചെയ്തിടാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഓരോ പ്രാവശ്യം ആലോചിക്കും ഇല്ല റെഗുലറായിട്ട് ഇടണമെന്നൊക്കെ. ആഗ്രഹം മാത്രമാണ്, ഇനി അങ്ങോട്ട് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിപ്പിച്ചെടുക്കുവാണ് കേട്ടോ. ഒരു അരയിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഓരോ ഫ്ലാപ്പും ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ പണി പറ്റിയെന്താന്ന് വെച്ചാൽ എനിക്ക് അല്പം ധൃതി കൂടിപ്പോയി. കാരണം മറ്റു തിരക്കുകളുടെ ഇടയിൽ കൂടിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ധൃതി കൂടിയത് കൊണ്ടായിരിക്കണം ഇതിങ്ങനെ 2 ഭാഗത്തും പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അത് അഴിച്ച് റീസെറ്റ് ചെയ്തെടുത്തതാണിത്. അതിനുശേഷം നമ്മൾ നടുക്കായിട്ട് ഒരു ചെറിയ തോതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ഗോൾഡൻ ബീഡ് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഗോൾഡൻ ബീഡാണെങ്കിലും ഞാൻ വിചാരിച്ച് പഞ്ചിങ് മെഷീൻ കൊണ്ട് പിടിപ്പിക്കാമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം സെന്ററിൽ നല്ല കട്ടിയുള്ളത് കാരണം ഈ ബീഡ് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല, ആ പിന്ന് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് കൈവച്ച് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. താഴെ നമ്മൾ കുറച്ച് നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കണ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട് വയർ വെച്ചിട്ട് നമ്മൾ സിക്സാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലൈനിങ് ഞാൻ ഇതിന്റെ പകുതിയെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മൊത്തത്തിലാകെ 2.25 മീറ്ററാണ് ലൈനിങ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സ്ലീവിൽ ലൈനിങ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മോഡൽ അമൃത. ഈ കുട്ടിക്ക് വേണ്ടിയാണ് ചെയ്തത്. എൻ്റെ കസ്റ്റമറാണ്, എൻ്റെ നെയ്ബറാണ്. അപ്പോൾ ഒരു വീഡിയോ വേണം, ഒന്നും മോഡലായി നിൽക്കുമോ, ഒരു പിക്ചർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നതുപോലെ അവൾ സെൻഡ് ചെയ്ത് തന്നൊരു വീഡിയോ ആണിത്.